അവളുടെ വീട്ടിൽ അറിയുമ്പോഴുള്ള അവസ്ഥ നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നാഥ്? സിറിൽ ദേഷ്യത്തോട് ചോദിച്ചു. അതിന് ഞാനവളെ തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ലല്ലോ. പിന്നെ അവൾക്കും എനിക്കും അറിയാം ആ കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും ആരാണെന്ന്. അതിൽ കൂടുതൽ ഇനി എന്താ? ഞാൻ അവളെ കെട്ടാനും റെഡിയാണ്, നാഥ് ദേഷ്യത്തോടെ പറഞ്ഞു. അങ്ങനെയാണോ നാഥ്? എന്തായാലും ഇത് ആദ്യമായിട്ട് അവളുടെ വീട്ടിൽ അറിയുമ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാകില്ലേ? ചിലപ്പോൾ അവളെ അതിൻ്റെ പേരിൽ അവർ വേദനിപ്പിച്ചാലോ? അതും ഈ സമയത്ത് അവൾക്കത് താങ്ങാൻ പറ്റുമോടാ? അഭി സംശയത്തോട് ചോദിച്ചു. അവളുടെ അമ്മ അവളെ വേദനിപ്പിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. തന്നെയുമല്ല, ഈ കാര്യങ്ങൾ അറിയുമ്പോൾ ആൻറ്റിക്ക് വിഷമമുണ്ടാകുമെങ്കിലും ആൻറ്റി മനസ്സുകൊണ്ട് സന്തോഷിക്കും. കാരണം അതിലൂടെ അവൾ എൻ്റെ പെണ്ണായിട്ട് മാറുകയാണ്. പക്ഷേ അയാളുണ്ടല്ലോ, അവളുടെ അച്ഛനെന്ന് പറഞ്ഞടക്കുന്ന ആ പരട്ടക്കിളവൻ, അയാൾ ഇതിൻ്റെ പേരിൽ എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് ഒരു പോറലെങ്കിലും ഏൽപ്പിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ അന്ന് അയാളുടെ അവസാനമായിരിക്കും, നാഥ് ദേഷ്യത്തോടെ പറഞ്ഞു. അതിരിക്കട്ടെ, ആൻറ്റിയും അവളും ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായെന്ന് നീയൊന്ന് വിളിച്ചു ചോദിച്ചോ? നീയും കൂടെ അവരുടെ കൂടെ പോകേണ്ടതായിരുന്നു. നിന്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിലുള്ളത്. സിറിൽ അവൻ്റെ ദേഷ്യം മയപ്പെടുത്താൻ എന്ന പോലെ അവനോട് പറഞ്ഞു. നിങ്ങളോട് ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് ശരിക്കും അവളോട് ചെയ്തതിൽ കുറ്റബോധമാണ്. അതുകൊണ്ടാണ് അതിനുശേഷം അവളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്തത്. അവളെ മൈൻഡ് ചെയ്യാതെയൊക്കെ ഞാൻ നടന്നത്. അവളെന്നോട് ഇതിനെപ്പറ്റി പറയാൻ വരുമ്പോൾ ദേഷ്യത്തോടെ എനിക്കൊന്നും കേൾക്കണ്ട എന്നൊക്കെ പറയുന്നത് എനിക്ക് അതൊക്കെ ആലോചിക്കും തോറും കുറ്റബോധം തോന്നുക. എന്നോടൊന്ന് നേരെ ചൊവ്വേ സംസാരിക്കുക പോലും ചെയ്യാത്ത ആ കൊച്ചിനോട് അതിനുശേഷം എനിക്ക് നേരെ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. അതൊന്നും നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. ആ അടിപൊളി, ബെസ്റ്റ്, സിറിൽ പുച്ഛത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും അടുത്ത ക്ലാസ്സിന് വേണ്ടിയുള്ള ബെല്ലടിച്ചിരുന്നു. നീ ക്ലാസ്സിലേക്ക് വരുന്നില്ലേ? സിറിൽ സംശയത്തോട് ചോദിച്ചു. ഇല്ല, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പോൾ വന്നു കാണും. ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ, നാഥ് പറഞ്ഞുകൊണ്ട് താറിൻ്റെ മുകളിൽ നിന്നും ചാടിയിറങ്ങി. നീ പോകുന്നതൊക്കെ കൊള്ളാം. മര്യാദയ്ക്ക് കൊച്ചിനെ വിളിച്ചിരുത്തി അവളോട് സംസാരിച്ചോണം. അതിനെ ഇനിയും വേദനിപ്പിക്കാനും കരയിക്കാനും നീ ശ്രമിച്ചാൽ നോക്കിക്കോ, സിറിൽ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. അത് ശരിയാണ്, ഇപ്പോൾ എല്ലാവരും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നീ എന്തിനാ അവളെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത്? അതുകൊണ്ട് അവളെ വിളിച്ചിരുത്തി സമാധാനപ്പെടുത്താൻ നോക്ക്. ഇപ്പോൾ ആവശ്യമില്ലാത്ത ടെൻഷനും കാര്യങ്ങളൊന്നും അവൾക്ക് നീ കൊടുക്കരുത്. എന്തൊക്കെ പറഞ്ഞാലും നിന്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുള്ളത്. അപ്പോൾ അവൾക്ക് ഇപ്പോൾ കിട്ടേണ്ട കെയറിങ്ങും സ്നേഹവും ഒക്കെ മറ്റുള്ളവരുടേതല്ല, നിൻ്റേതാണ്. അതുകൊണ്ട് അതൊക്കെ നീ തന്നെ കൊടുക്കണം. ഇപ്പോൾ അവളും അതൊക്കെ ആഗ്രഹിക്കുന്ന സമയമാണ്, അഭിയും പറഞ്ഞു. സംസാരിക്കണം, അതിനുവേണ്ടി തന്നെയാണ് ഞാനും പോകുന്നത്. ഇതിൻ്റെ പേരിൽ ആരൊക്കെ അവളെ തള്ളി പറഞ്ഞാലും ഞാനൊരിക്കലും അവളെ കൈവിടില്ല, നാഥ് ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് ഡ്രൈവർ സീറ്റിലേക്ക് കയറി. സിറിയും അഭിയും ക്ലാസ്സിലേക്ക് പോയതും അവൻ വണ്ടിയെടുത്തു. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന അവൻ്റെ മനസ്സിലൂടെ കഴിഞ്ഞ കാര്യങ്ങൾ കടന്നുപോയി. അന്ന് വൈകിട്ട് ബോധം വീണ് കണ്ണു തുറന്നപ്പോൾ വല്ലാത്ത തലവേദന തോന്നി. നെറ്റിയിൽ കൈവച്ചുകൊണ്ട് അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ബെഡ്ഷീറ്റൊക്കെ ചുളിഞ്ഞിരിക്കുകയായിരുന്നു. ബെഡ്ഷീറ്റിൽ നോക്കിയപ്പോഴാണ് ചോരക്കറ കണ്ടത്. അവൻ സംശയത്തോടെ അതിൽ വിരലോടിച്ചു. അവൻ്റെ നെഞ്ചിടിക്കാൻ തുടങ്ങി. പിന്നെ മുറിയിലേക്ക് നോക്കി. തറയിൽ പൊട്ടിച്ചിതറിക്കിടക്കുന്ന ഒരു ഗ്ലാസും ടേബിളിന് മുകളിലിരിക്കുന്ന പൊട്ടിയ ചില്ലുകളും അവൻ്റെ കണ്ണിൽ പെട്ടു. പെട്ടെന്നാണ് കൈക്കെന്തോ ഭാരം പോലെ തോന്നിയത്. ഇടത് കൈയിലേക്ക് നോക്കിയതും അവൾ ഇട്ടിരുന്ന ചുരിദാറിൻ്റെ ഷാളിൻ്റെ പീസ് കെട്ടിവെച്ചിരിക്കുന്നതാണ് കണ്ടത്. അവൻ്റെ മനസ്സിലൂടെ കഴിഞ്ഞ നിമിഷങ്ങൾ വ്യക്തതയില്ലാതെ എന്തൊക്കെയോ കടന്നുപോയി. അവൻ സ്വയം നോക്കി. തറയിൽ കിടക്കുന്ന അവൻ്റെ വസ്ത്രത്തിലേക്ക് അവൻ്റെ കണ്ണുകൾ ചെന്നുപെട്ടു. മാതാവേ, എൻ്റെ മാളു! ശേ! അവൻ നെറ്റിയിൽ കൈവച്ചു. പിന്നെ തറയിൽ കിടന്ന മുണ്ടെടുത്ത് കൊടുത്തുകൊണ്ട് അവൻ താഴേക്കിറങ്ങി. എന്താ നാഥ്? ഹാളിലേക്ക് ഇറങ്ങി വന്ന അവനെ കണ്ട് ഗ്രേസി സംശയത്തോട് ചോദിച്ചു. അത് അവൾ സിറിലിനൊപ്പം പോയി. എവിടേക്ക്? അവൻ സംശയത്തോട് ചോദിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. കോളേജിൽ നിന്ന് ഞാൻ പരാതി കൊടുത്തു. എങ്ങനെ പോയാലും അങ്ങനെ ഒരു പരാതി നമ്മളായിട്ട് കൊടുക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ജാനകി മോളെയും വിളിപ്പിച്ചായിരുന്നു. സിറിൽ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. ഗ്രേസി പറഞ്ഞതും നാഥ് തലയാട്ടി. അവൻ തിരികെ മുറിയിൽ പോകാൻ തുടങ്ങി. നാഥ്, ഇതെന്താ നിന്റെ പുറത്ത് ആരോ ഉപദ്രവിച്ചതുപോലെ? അവൻ്റെ നഗ്നമായ പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗ്രേസി ചോദിച്ചു. അത് കേട്ടതും അവൻ ഞെട്ടി. അത് അറിയില്ല, ഞാൻ കുളിച്ചിട്ട് വരാം. അവൻ അവിടെ നിന്നും എസ്കേപ്പായി. അവൻ ബാത്റൂമിലേക്ക് കയറി കണ്ണാടിയിലേക്ക് നോക്കി. അവൻ്റെ കഴുത്തിലും നെഞ്ചിലും മറ്റുമായി അവളുടെ നഖത്തിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് അവയിൽ തലോടി. ഇനിയിപ്പോൾ അവളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും മാതാവേ? എനിക്കാണ് കോപ്പ് ഒന്നും ഓർമ്മയും വരുന്നില്ല. അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് സംശയത്തോടെ നിന്നു. പിന്നീട് പലതവണ അവൾ എൻ്റെ അടുത്ത് ഇത് പറയാൻ വന്നു. അന്ന് രാത്രിയിൽ പറയാൻ വന്നിരുന്നുവെങ്കിലും ഞാൻ കേൾക്കാൻ നിന്നില്ല. അതിൻ്റെ പിറ്റേന്ന് ക്ലാസ്സില്ലായിരുന്നു. അതുകൊണ്ട് അവർ ഒന്നിച്ചായിരുന്നു രാവിലത്തെ ആഹാരം കഴിക്കാനിരുന്നത്. മാളു ഒരു പാൻറ്റും ബനിയനുമായിരുന്നു വേഷം. തലമുടി മുകളിലേക്ക് വെച്ച് ബണ്ണിട്ടിരിക്കുകയാണ്.
നാഥ് അവളുടെ സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കണ്ണുകൾ ഫോണിലാണ്. ഒരു കൈ കൊണ്ട് ഫോൺ നോക്കി മറുകൈ കൊണ്ട് ആഹാരം കഴിക്കുകയാണ് അവൻ. നാഥ്, ആഹാരം കഴിക്കുമ്പോഴെങ്കിലും നീ ആ ഫോണൊന്ന് മാറ്റിവെക്ക്, ഗ്രേസി ദേഷ്യത്തോടെ പറഞ്ഞു. ഇതെന്താ മോളെ കഴുത്തിൽ ചുവന്നിരിക്കുന്നേ? ഗ്രേസി കറി വിളമ്പുന്നതിനിടയിൽ മാളുവിനെ നോക്കി പറഞ്ഞതും അവൾ പെട്ടെന്ന് കഴുത്തിലേക്ക് കൈവച്ചു. നാഥ് സംശയത്തോടെ ഫോണിൽ നിന്നും തലയുയർത്തി അവളെ നോക്കി. അവളും നാഥിനെ നോക്കി. നോക്കട്ടെ മോളെ, തടിച്ചിരിപ്പുണ്ടല്ലോ, എന്തേലും കടിച്ചതാണോ? അവർ അവിടെ വിരലുകൾ കൊണ്ട് തലോട് ചോദിച്ചു. അറിയില്ല ആൻറ്റി, അവൾ പറഞ്ഞു. കിടന്നപ്പോൾ എന്തേലും കടിച്ചതായിരിക്കും. മോൾ വേണമെങ്കിൽ ബെഡ്ഷീറ്റ് ഒന്ന് മാറിക്കോ കേട്ടോ, കുറേ ദിവസമായില്ലേ മാറിയിട്ട്. നാഥ്, നിന്റെ മുറിയിൽ ബെഡ്ഷീറ്റ് കൊണ്ടുവരണേ, ഞാൻ കഴുകിയിട്ടേക്കാം. അവർ പറഞ്ഞതും പെട്ടെന്ന് നാഥ് ആഹാരം നെറുകയിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി. എന്താടാ? അവർ അവൻ്റെ തലയിൽ കൊട്ടിക്കൊണ്ട് പറഞ്ഞു. അത് ആ ബെഡ്ഷീറ്റ് ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് കഴുകി. അവൻ അവരെ നോക്കി പറഞ്ഞു. എന്താ, നീ കഴുകിയെന്നോ? ഇന്ന് കാക്ക മലന്ന് പറക്കുമല്ലോ. വാഷിംഗ് മെഷീൻ ഉണ്ടായാലും തുണി കഴുകാത്തവനാ. അവർ പറഞ്ഞതും അവൻ കഴുപ്പ് നിർത്തി എഴുന്നേറ്റു. നിനക്ക് മതിയായോ നാഥ്? അവർ സംശയത്തോട് ചോദിച്ചു. മതി, അവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് കൈ കഴുകി അവളെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ കയറിപ്പോയി. അവളും കഴിച്ചത് മതിയാക്കി എഴുന്നേറ്റു. പിന്നെ അവൻ്റെ മുറിയിലേക്ക് നടന്നു. അവൾ ചെന്നപ്പോൾ അവൻ എവിടോ പോകാൻ ഇറങ്ങുകയായിരുന്നു. അവൾ മുറിയിൽ വന്ന് നിൽക്കുന്നത് കണ്ടിട്ടും അവൻ മൈൻഡ് ചെയ്യാതെ പോകാൻ തുടങ്ങി. ഇച്ചായ, അവൾ വിളിച്ചു. എന്താ? അവൻ അവളെ നോക്കാതെ വാച്ച് കെട്ടിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് ഒരു കാര്യം, അവൾ പറയാൻ തുടങ്ങി. മാളു, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടത്ത് പോകണം, എന്തേലും പറയാനുണ്ടേ പെട്ടെന്ന് പറ, അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. അത് ഒന്നുമില്ല, ഇച്ചായം പൊക്കോ, അവൾ പറഞ്ഞതും എന്താണെന്ന് പോലും ചോദിക്കാതെ അവൻ ഇറങ്ങിപ്പോയി. അതിനുശേഷം പലതവണ അവൾ അടുപ്പിച്ച് എൻ്റെ അടുത്ത് വന്നു. പക്ഷേ അവളുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ പറയുന്നത് കേൾക്കാൻ പോലും നിൽക്കാതെ താൻ ഒഴിഞ്ഞുമാറിപ്പോയത്. അവൾ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോലും താൻ എതിർക്കാഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. അവളെ കാണും തോറും വല്ലാത്ത വിഷമമായിരുന്നു. കുറച്ച് ദിവസം അവൾ മാറി നിൽക്കട്ടെ എന്ന് കരുതി. പക്ഷേ തിരികെ എത്തുമ്പോൾ എൻ്റെ ജീവൻ അവളുടെ വയറ്റിലുണ്ടാകുമെന്ന് കരുതിയില്ല. അവൻ ഓരോന്നും ആലോചിച്ച് വീടെത്തിയിരുന്നു. അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഹാളിൽ ചെന്നതും കപ്പിൽ എന്തോ കുടിച്ചുകൊണ്ടിരിക്കുന്ന മാളുവിനെയാണ് കണ്ടത്. അവൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടതും അവൾ പുറത്തേക്ക് നോക്കി. അകത്തേക്ക് കയറി വരുന്ന നാഥനെ കണ്ടതും അവൾ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. മാളു, അവൻ വിളിച്ചതും അവൾ നിന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി? ഡോക്ടർ പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞോ? അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. കുഴപ്പമില്ല, അവൾ അവനെ നോക്കാതെ പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. സോറി, അവൻ അവളുടെ കയ്യിൽ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവനെ നോക്കാതെ മുഖം മാറ്റിയതും അവൻ അവളുടെ മുഖം പിടിച്ച് അവൻ്റെ നേരെയാക്കി വെച്ചു. അവൾ അവനെ നോക്കാതെ കണ്ണുകൾ താഴ്ത്തി. ഇവിടെ ഇരിക്ക്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അവൻ അവളുടെ ഷോൾഡറിൽ പിടിച്ച് സോഫയിലിരുത്തി. അവൻ അവളുടെ അടുത്തേക്കിരുന്നു. പിന്നെ അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ സംശയത്തോടെ മുഖമുയർത്തി അവനെ നോക്കി. മോളെ, സോറിയിടി, എനിക്ക് അന്ന് പറ്റിപ്പോയി, അറിഞ്ഞോണ്ടല്ലടാ. അപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ സോറി. നമ്മുടെ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടെങ്കിൽ പോലും ഞാനാണ് കൂടുതൽ തെറ്റ് ചെയ്തത്. എനിക്ക് അറിയില്ല, സത്യമായിട്ടും എനിക്കൊന്നും ഓർമ്മയില്ലടി. നീ എന്നെ തടഞ്ഞോ, നീ ബഹളം വെച്ചോ, കരഞ്ഞോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ എല്ലാ ദേഷ്യവും വാശിയും വിഷമവും ഒക്കെ നിന്നോട് ഞാൻ തീർത്തിട്ടുണ്ടാകും. സോറി ഫോർ എവറിത്തിങ്. എന്നായാലും എൻ്റെ കുഞ്ഞ് തന്നെയാണ് ഈ വയറ്റിലുണ്ടാകേണ്ടത്. പക്ഷേ അത് കുറച്ച് നേരത്തെയായിപ്പോയി. അവൻ അവളുടെ വയറ്റിലേക്ക് കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല. മാളു, എന്തെങ്കിലും ഒന്ന് പറ, അവൻ വീണ്ടും അവളോട് പറഞ്ഞു. എനിക്ക് കിടക്കണം, അവൾ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങി. മാളു, നിൽക്ക്, എന്തെങ്കിലും എന്നോടൊന്ന് പറഞ്ഞിട്ട് പോ. അറ്റ്ലീസ്റ്റ് എന്നോട് ദേഷ്യമുണ്ടോ എന്നെങ്കിലും. ഞാൻ സംസാരിക്കാൻ വന്നപ്പോൾ ഒന്നും കേൾക്കാൻ നിന്നില്ലല്ലോ. എല്ലാം മനസ്സിലായിട്ടും ഒന്നും അറിയാത്തതുപോലെ അല്ലായിരുന്നോ? എന്നോട് ഞാൻ തെറ്റ് ചെയ്തതുപോലെ എന്നോട് ദേഷ്യപ്പെടുമായിരുന്നില്ലേ? ഞാൻ ഇച്ചായനോട് അല്ലാതെ ആരോടായിരുന്നു അതൊക്കെ പറയേണ്ടത്? കേൾക്കേണ്ട ആളുപോലും കേൾക്കാൻ നിന്നില്ല. അവൾ വിതുമ്പി എങ്ങനെയോ പറഞ്ഞു. മാളു, ഒന്നും വ്യക്തതയില്ലെങ്കിൽ പോലും ബോധം വന്നപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. പക്ഷെ നിന്നോട് ചോദിക്കാനോ അതിനെപ്പറ്റി നിന്നോട് സംസാരിക്കാനോ മനഃപൂർവ്വം ഞാൻ വരാഞ്ഞതാ. എനിക്ക് എന്നോട് തന്നെ ദേഷ്യമായിരുന്നു നിന്നോട് ഞാൻ ചെയ്തതോർത്ത്. അതുകൊണ്ടാണ് ഞാൻ. പക്ഷേ നമ്മുടെ കുഞ്ഞിപ്പോഴേ ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല, അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ കുഞ്ഞുണ്ടായിരുന്നില്ലെങ്കിൽ ഈച്ചായൻ എന്നെ വേണ്ടെന്ന് വെക്കുമായിരുന്നോ? അവൾ കണ്ണുകൾ നിറച്ച് ചോദിച്ചു. മാളു, അവൻ ദേഷ്യത്തോടെ വിളിച്ചതും അവൾ ഞെട്ടി. നിന്നെ അങ്ങനെ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയാനല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. നിന്നോട് ചെയ്തതിൻ്റെ കുറ്റബോധം കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ കുറച്ച് ദിവസം അവോയ്ഡ് ചെയ്തത്. ഇനി ഒരു തവണ കൂടെ നിൻ്റെ നാവിൽ നിന്ന് അങ്ങനെ വീണാൽ
എൻ്റെ കൊച്ചു വയറ്റിലുണ്ടെന്ന് ഞാൻ നോക്കില്ല, അടിച്ച് ഞാൻ പൊട്ടിക്കും, പറഞ്ഞേക്കാം. വെറുതെ തന്ന വാക്ക് നീ എന്നെക്കൊണ്ട് മാറ്റിക്കരുത്. അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ഞെട്ടി കണ്ണുകൾ നിറച്ച് അവനെ നോക്കി. നാഥ്! ദേഷ്യത്തോടെയുള്ള ഗ്രേസിയുടെ ശബ്ദം കേട്ടതും അവൻ ഞെട്ടി അവരെ നോക്കി. കയ്യിൽ തൂക്കുന്ന ചൂലുമായിട്ട് നിൽക്കുകയാണ് അവർ. അവരെ കണ്ടതും അവളും അവനും സോഫയിൽ നിന്നും എഴുന്നേറ്റു. അവർ അവരുടെ അടുത്തേക്ക് വന്നതും അവർ നാഥിൻ്റെ കവളിൽ ആഞ്ഞടിച്ചു. അവൻ കവളിൽ കൈവച്ചുകൊണ്ട് അവരെ നോക്കി. മാളുവും ഞെട്ടി അവരുടെ മുഖത്തേക്ക് നോക്കി. ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് നീ കൊച്ചിനോട് ദേഷ്യപ്പെടുന്നോ? അവർ ദേഷ്യത്തോട് ചോദിച്ചു. മമ്മി, ഞാനൊന്നും. അവൻ പറയാൻ തുടങ്ങിയതും അവർ കൈകൾ ഉയർത്തി അവനെ തടഞ്ഞു. നീ ഇത്രയും കാണിച്ചിട്ടും നിന്നെ ഞാൻ തല്ലാഞ്ഞത് എന്താണെന്നറിയോ? നീ എൻ്റെ കാലിൽ തൊട്ട് പലതവണ മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രമാ, നിന്റെ കണ്ണുനീരെൻ്റെ കാലുകളിൽ വീണതുകൊണ്ട് മാത്രമാ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് പോലും ഞാൻ നിന്നെ തല്ലാഞ്ഞത്. അവർ പറഞ്ഞതും അവനും അവളും ഞെട്ടി. നീ എന്താടാ ഇങ്ങനെ ഞെട്ടുന്നത്? എന്താ, നിനക്ക് അതും ഓർമ്മയില്ലേ? അവർ സംശയത്തോട് ചോദിച്ചതും അവൻ്റെ മനസ്സിലൂടെ ആ ദിവസം കടന്നുപോയി. സംഭവം നടന്നതിൻ്റെ പിറ്റേന്ന് എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ടും രാത്രിയിൽ ഉറക്കം വന്നില്ല. അവളുടെ അടുത്തേക്ക് പോയി അവളെയും കൂടെ സങ്കടപ്പെടുത്താൻ വയ്യായിരുന്നു. അങ്ങനെയാ നേരെ മമ്മിയുടെ അടുത്തേക്ക് ചെന്നത്. സാധാരണ അങ്ങനെയാണ്. പണ്ട് മുതലേ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നേരെ മമ്മിയുടെ അടുത്തേക്ക് പോകും. വിഷമങ്ങൾ മമ്മിയോട് പറയും. മമ്മിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു സമാധാനമാണ്. പക്ഷേ ഇതൊന്നും മമ്മിയോട് നേരെ പറയാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് മമ്മി ഉറങ്ങിയിട്ട് പോകാമെന്ന് കരുതിയത്. അവൻ ചെന്നപ്പോൾ ഗ്രേസി ഉറങ്ങുകയായിരുന്നു. അവൻ തറയിൽ മുട്ടുകുത്തിയിരുന്നു. പിന്നെ അവരുടെ കാലിലേക്ക് കൈകൾ വെച്ചു. സോറി മമ്മി, എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ അങ്ങനെ അവളോട് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നോട് ഒന്ന് നല്ലതുപോലെ സംസാരിക്കുക പോലും ചെയ്യാത്ത മാളുവിനോട് ഞാൻ എത്ര ബോധമില്ലാതെ ചെയ്തു പോയ പ്രവൃത്തിയാണെങ്കിൽ പോലും ഞാൻ ചെയ്തത് ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റാ. എന്നോട് എങ്ങനെയാണ് അതിന് അവളോട് സോറി പറയേണ്ടതെന്ന് എനിക്കറിയില്ല മമ്മി. ഇന്ന് വരെ ഞാനൊരു പെണ്ണിനെ പോലും മറ്റൊരു രീതിയിൽ നോക്കിയിട്ടില്ല. മമ്മിയല്ലേ എന്നെ വളർത്തിയത്. തെറ്റും ശരിയും അറിഞ്ഞാണ് ഞാൻ വളർന്നത്. എന്നിട്ടും എനിക്കറിയാം അവൾ എൻ്റെ പെണ്ണാണെന്ന്. പക്ഷേ സോറി മമ്മി, പറ്റിപ്പോയി. ഞാൻ അവളെ കൈവിടില്ല. ഒരിക്കലും അവളെ ഞാൻ തള്ളിക്കളയില്ല മമ്മി. എനിക്ക് അവളോട് കാലിൽ പിടിച്ച് മാപ്പ് എന്നുണ്ട് മമ്മി. പക്ഷേ അവളുടെ മുഖത്ത് പോലും നോക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്നതാണ് സത്യം. മമ്മി എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്നും ഈ തെറ്റുണ്ടാകില്ല. അവൻ അവരുടെ കാലിൽ പിടിച്ച് മാപ്പ് ചോദിച്ചു. അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ അവരുടെ കാലിൽ വീണതും അവർ കാലുകളൊന്നനക്കി. അവർ ഉണരുമെന്ന് മനസ്സിലായതും അവൻ കണ്ണുകൾ തുടച്ചിട്ട് വാതിലടച്ച് പുറത്തേക്കിറങ്ങി. നീ എന്താ കരുതിയത് ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നോ? നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടിരുന്നു. പക്ഷേ എനിക്കതൊന്നും മനസ്സിലായിരുന്നില്ല. എൻ്റെ അടുത്ത് വന്ന് നീ കരഞ്ഞു മാപ്പ് അപേക്ഷിക്കണമെങ്കിൽ എത്ര വലിയ തെറ്റാണ് നീ ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലായി. ഇവൾക്കും നിനക്കുമിടയിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്ന് എനിക്കന്ന് അറിയാമായിരുന്നു. കോളേജിൽ വെച്ച് ഇവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോഴാണ് നീ എന്തിനാണ് എന്നോട് മാപ്പ് ചോദിച്ചത് എന്ന് എനിക്ക് മനസ്സിലായത്. നിന്നെ ഇന്ന് വരെ തല്ലിയിട്ടില്ല ഞാൻ. തല്ലേണ്ട അവസരം നീ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അത്രയൊക്കെ അറിഞ്ഞിട്ടും ഇത്രയും വലിയൊരു തെറ്റ് നീ ചെയ്തിട്ടും ഞാൻ അവിടെ വെച്ച് നിന്നെ തല്ലാഞ്ഞത് മറ്റുള്ള കുട്ടികളുടെ മുൻപിൽ നീ നാണം കെടരുത് എന്ന് എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അവരൊക്കെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അവരുടെ ചെയർമാനാണ് നീ. അപ്പോൾ അവരുടെ മുൻപിൽ വെച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് എനിക്ക് തോന്നി. മാത്രമല്ല നീ എൻ്റെ മകനാണെന്ന് കുട്ടികൾക്കറിയുകയുമില്ല. അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ തള്ളാഞ്ഞത്. അവർ ദേഷ്യത്തോടെ പറഞ്ഞു. ഇനി നീ ഇവളെ കരയിപ്പിക്കുന്നതോ വേദനിപ്പിക്കുന്നതോ ഞാൻ കണ്ട. 10-26 വയസ്സായെന്നും ഒരു കൊച്ചിൻ്റെ അപ്പനാകാൻ പോകുകയാണെന്നും ഞാൻ നോക്കില്ല. മടൽ വെട്ടി നിന്നെ അടിക്കാൻ എനിക്കൊരു മടിയുമില്ല. എൻ്റെ പൊന്നുമോൻ അത് ഓർമ്മയിൽ വെച്ചോ, അവർ ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ അവളെ കരയിപ്പിച്ചിട്ടൊന്നുമില്ല. ഇവൾ ചോദിച്ചൊരു ചോദ്യം എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ അതിനാണ് അവളോട് ദേഷ്യപ്പെട്ടത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. അവനും ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ ഇനി എന്ത് ചോദ്യം ചോദിച്ചാലും എന്ത് നിന്നോട് പറഞ്ഞാലും നീ അവളോട് ദേഷ്യപ്പെടാൻ പാടില്ല. ഇന്നു മുതൽ അങ്ങനെയാണ്. അവൾ എന്തു പറയുന്നോ അത് നീ സാധിച്ചു കൊടുത്തിരിക്കണം. മമ്മി, അവൻ എന്തോ പറയാൻ തുടങ്ങിയതും അവർ കൈകൾ ഉയർത്തി അവനെ തടഞ്ഞു. നീ എൻ്റെ അടുത്ത് ഒരുപാട് തവണ അന്ന് മാപ്പ് ചോദിച്ചു. ശരിക്കും നീ എൻ്റെ കാലിൽ പിടിച്ചല്ല മാപ്പ് ചോദിക്കേണ്ടത്, ഇവളോടാണ്. ഇവളുടെ കാലിൽ പിടിച്ചാണ് നീ മാപ്പ് ചോദിക്കേണ്ടത്. അവർ മാളുവിനെ ചൂണ്ടി പറഞ്ഞു. ഞാൻ ഇവളുടെ കാലിൽ പിടിച്ച് മാപ്പ് ചോദിക്കാനോ? അവൾക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല മമ്മി. അവൻ അവരെ നോക്കി പറഞ്ഞു. അത് നീയാണോ തീരുമാനിക്കേണ്ടത്? മോള് പറയും, അതല്ലേ അതിൻ്റെ ശരി. ഇത്രയും ദിവസം നിന്നെ കേൾക്കാതിരുന്നതിനും നിന്നെ അവോയ്ഡ് ചെയ്തതിനും അവൻ നിൻ്റെ കാലിൽ പിടിച്ച് മാപ്പ് ചോദിക്കണ്ടേ? അവർ അവളെ നോക്കി ചോദിച്ചതും അവൾ ഒന്നും മിണ്ടിയില്ല. ഇവൻ നിൻ്റെ കാലിൽ പിടിച്ച് മാപ്പ് ചോദിക്കുന്നതിന് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവൾ ഒന്നും മിണ്ടാഞ്ഞതും ഗ്രേസി അവളോട് ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവൾ അവനെ നോക്കാതെ മറുപടി പറഞ്ഞതും അവൻ ഞെട്ടി. അവൾ സമ്മതിക്കില്ല എന്നായിരുന്നു അവൻ കരുതിയത്.
അവൻ്റെ ഞെട്ടൽ കണ്ട് ഗ്രേസിക്ക് ചിരി വന്നു. എങ്കിൽ പിന്നെ മാപ്പ് ചോദിച്ചോ മോനെ നാഥ്, ഗ്രേസ് അവനെ നോക്കി പറഞ്ഞു. അത് മമ്മി, ഞാൻ റൂമിൽ പോയി അവളോട് മിണ്ടരുത് നീ. ഒരിക്കൽ അവൾ റൂമിൽ വന്നതാ നീ അവൾക്ക് വയറ്റിലാക്കിയത്. ഇനി നിന്റെ റൂമിലോട്ട് ഇവളെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ വെച്ച് നീ അവളോട് മാപ്പ് ചോദിച്ചാൽ മതി. അവർ കൈകൾ മാറിൽ കെട്ടി അവനെ നോക്കി പറഞ്ഞു. അവൻ ദയനീയമായി അവരെ നോക്കി. ചോയ്ക്ക് മോൾ അവിടെ ഇരുന്നോ. അവർ പറഞ്ഞതും മാളു അവിടേക്കിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. അവളുടെ തുടയിലേക്ക് അവൻ കൈകൾ വെച്ചു. അവൾ അവനെ നോക്കാതെ മുൻപിലേക്ക് നോക്കിയിരുന്നു. മാളു, സോറി, ഇച്ചാനോട് ക്ഷമിക്കണം. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെ പപ്പയല്ലേടി ഞാൻ. ക്ഷമിക്കില്ലേ? ഇല്ലെങ്കിൽ ദേ ഈ തള്ള എന്നെ മടൽ വെട്ടി അടിക്കും. നമ്മുടെ കുഞ്ഞിന് പപ്പയില്ലാതാവില്ലേ? പ്ലീസ് ക്ഷമിക്കുമോ? അവൻ അവളുടെ കാലിൽ പിടിച്ച് ചോദിച്ചു. ഇനി വെള്ളം അടിക്കില്ലെന്ന് എൻ്റെ വയറ്റിൽ കൈവച്ച് സത്യം ചെയ്യാമെങ്കിൽ ഞാൻ ക്ഷമിക്കാം. അവൾ അവനെ നോക്കാതെ തന്നെ മറുപടി പറഞ്ഞതും അവളുടെ സംസാരം കേട്ട് അവൻ ഞെട്ടി ഗ്രേസിയെ നോക്കി. സത്യം ചെയ്യടാ. പേവെള്ളം അത്ര അടിച്ച് പെരുക്കിയിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടും. ബോധം വരുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ പാടിക്കൊണ്ട് നടക്കും. ഇനി നീ കുടിക്കണ്ട, അങ്ങോട്ട് സത്യം ചെയ്യടാ, ഗ്രേസി ചൂലും പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് പിന്നെ വല്ലപ്പോഴും. അത് കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ എഴുന്നേൽക്കാൻ തുടങ്ങി. വേണ്ട വേണ്ട, സത്യം ചെയ്യാം, അവൻ പറഞ്ഞതും അവൾ ഇരുന്നു. അവൻ അവളുടെ വയറ്റിലേക്ക് കൈവച്ചു. എൻ്റെ കുഞ്ഞാണ് സത്യം, ഇനി ഞാൻ കുടിക്കില്ല. അവൻ പറഞ്ഞതും അവൾ ഗ്രേസിയെ നോക്കി. ഗ്രേസി അവളെ കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അവളും മുറിയിലേക്ക് പോകാൻ തുടങ്ങി. ഇച്ചായൻ്റെ മാളുക്കൊച്ചൊന്ന് നിന്നേ, അവൻ മുണ്ടു മടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞതും അവൾ നിന്നു. പിന്നെ അവനെ തിരിഞ്ഞു നോക്കി. അതെ, ഇച്ചായന് ശരിക്കും വന്ന് കണ്ടതൊന്നും ഓർമ്മയില്ല മോളെ, സത്യം. അതുകൊണ്ട് 10 മാസം കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടെ കാണണം കേട്ടോ. നല്ല ബോധത്തോടെ വെടിപ്പായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ഇന്ന് നീ എൻ്റെ മമ്മിയുടെ കൂടെ ചേർന്ന് എന്നെക്കൊണ്ട് നിൻ്റെ കാലിൽ പിടിപ്പിച്ചില്ലേ? അന്ന് എൻ്റെ കൊച്ച് ഇച്ചായൻ്റെ കാലിൽ പിടിക്കും. ചെല്ല്, ഇപ്പോൾ പോയി റെസ്റ്റ് എടുക്കുക. നമ്മുടെ വാവ ഒരു കുഴപ്പമില്ലാതെ വരണ്ടേ? എന്നിട്ട് വേണം ഇച്ചായന് എൻ്റെ മാളുവിനെ ശരിക്കൊന്ന് കാണാൻ. അവൻ കുസൃതി ചിരിയോടെ മീശ പിരിച്ച് അവളെ മൊത്തത്തിലൊന്ന് നോക്കി പറഞ്ഞതും കൊച്ച് ഞെട്ടി പണ്ടാരം അടങ്ങി വായും തുറന്ന് അവനെ നോക്കി. ഇപ്പോഴേ ഇങ്ങനെ അന്തം വിട്ട് നോക്കണ്ട ബേബി ഡോൾ. സമയം ഒരുപാട് കിടപ്പുണ്ട്. അന്തം വിടാനും അത്ഭുതപ്പെടാനും ഒക്കെ ഒരുപാട് സമയം കിടപ്പുണ്ട്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി. എന്താ പറഞ്ഞത്? കോംപ്ലിക്കേഷനൊന്നും ഇല്ലല്ലോ? അവൻ സംശയത്തോട് ചോദിച്ചു. ഇല്ല, മരുന്ന് തന്നു. ഞാൻ എവിടെയെന്ന് ചോദിച്ചോ? ആൻറ്റി പറഞ്ഞു ഗൾഫിലാണെന്ന് അവൾ പറഞ്ഞു. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അതിന് നീ എന്തിനാ കരയുന്നേ? ഓ, ഞാൻ ഗൾഫിൽ പോയതിൻ്റെ വിഷമമാണോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി. എന്താ നോക്കുന്നേ? ഇച്ചായന് എല്ലാം തമാശ ആണല്ലേ? ഞാനും തമാശയായിരുന്നോ? അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു. ഡി, അവൻ അവളെ അടിക്കാൻ കൈകൾ ഉയർത്തി. അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. നാഥ്, ദേഷ്യത്തോടെയുള്ള സിറിലിൻ്റെ വിളി കേട്ടതും അവൻ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് കൈകൾ താഴ്ത്തി. ഇത്രയൊക്കെ അതിനോട് കാണിച്ചിട്ട് നീ അവളെ തല്ലാൻ പോകുന്നോ? സിറിൽ ദേഷ്യത്തോടെ അവൻ്റെ ഷർട്ടിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് ചോദിച്ചു. നാഥ് ദേഷ്യത്തോടെ അവൻ്റെ കൈകൾ തട്ടിയെറിഞ്ഞു. എൻ്റെ അടുത്ത് ഒരുമാതിരി വർത്താനമായിട്ട് വന്നാൽ അടിച്ച് ഞാൻ പൊട്ടിക്കും, പറഞ്ഞേക്കാം. തമാശയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ നാഥിന് പല പെൺപിള്ളേരെയും വേറെ കിട്ടിയാനെ. നിൻ്റെ അടുത്ത് വരില്ലായിരുന്നു. അവൻ അവൾക്ക് നേരെ കൈ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞതും സിറിലിൻ്റെ പുറകിൽ നിൽക്കുകയായിരുന്ന അവൾ പേടിച്ചു ഞെട്ടി. നാഥ്, ഗ്രേസി ദേഷ്യത്തോടെ വിളിച്ചതും അവൾക്ക് നേരെ കൈ ചൂണ്ടിയിരുന്ന വിരലുകൾ അവൻ താഴ്ത്തി. എന്താ എന്താ മോളെ? അവർ ആവലാതിയോടെ അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചതും അവൾ കരയാൻ തുടങ്ങി. മോള് വായിരിക്കുക. അവർ അവളെ അവിടേക്കിരുത്തി. എന്താ നാഥ്, എന്താ നിനക്ക് വേണ്ടത്? ഗ്രേസി ദേഷ്യത്തോട് ചോദിച്ചു. എനിക്കൊന്നും വേണ്ട, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. നാഥ്, നീ ഇങ്ങ് വന്നേ, ഇവിടെ ഇരിക്കെ. അഭി അവനെ പിടിച്ച് മാളുവിൻ്റെ മറുസൈഡിൽ ഇരുത്തി. അഭിയും സിറിലും ഗ്രേസിയും അവിടേക്കിരുന്നു. കുറച്ചു നേരം അവരൊന്നും മിണ്ടിയില്ല. നാഥ് ദേഷ്യത്തോടെ മാളുവിനെ നോക്കി. അവൾ അവനെ നോക്കാതെ തലകുനിച്ചിരിക്കുകയായിരുന്നു. ആൻറ്റി, എന്താ ആൻറ്റിയുടെ തീരുമാനം? ഇവരുടെ വിവാഹം നടത്തണ്ടേ? അഭി മൗനത്തെ ഭേദിക്കാനെന്ന പോലെ സംശയത്തോടെ ചോദിച്ചു. അത് ഇവളുടെ വീട്ടുകാരോട് പറയണ്ടേ? അതെങ്ങനെയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആൻറ്റിയുടെ ഫ്രണ്ടല്ലേ ഇവളുടെ മമ്മി? അഭി വീണ്ടും സംശയത്തോടെ ചോദിച്ചു. ഫ്രണ്ടാണെങ്കിലും ഇതൊക്കെ അങ്ങനെ അങ്ങ് കയറി പറയാൻ പറ്റുമോ? ഗ്രേസി നാഥിനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞതും നാഥ് മാളുവിനെ ദേഷ്യത്തോടെ നോക്കുന്നതാണ് കണ്ടത്. നാഥ്, ഗ്രേസി ദേഷ്യത്തോടെ വിളിച്ചു. അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവരുടെ മുഖത്തേക്ക് നോക്കി. ഇനി നീ ഇവളെ എന്തേലും പറഞ്ഞ് കരയിപ്പിച്ചെന്ന് ഞാൻ അറിഞ്ഞാം. അവർ ദേഷ്യത്തോടെ അവൻ്റെ നേരെ കൈ ചൂണ്ടി. എനിക്കാരെയും കരയിപ്പിക്കണമെന്നൊരു നിർബന്ധവുമില്ല, പ്രത്യേകിച്ച് ഇവളെ.
പിന്നെ ഇവളായിട്ട് അതിന് നിൽക്കുമ്പോൾ ഞാൻ പിന്നെ എന്ത് വേണം? കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണോ? അവൻ ദേഷ്യത്തോട് ചോദിച്ചു. അയ്യോ വേണ്ട, നീ ഒരു തവണ ഉമ്മ കൊടുക്കാൻ ചെന്നതായിരിക്കണം ഇപ്പോൾ വയറും വീർപ്പിച്ചിരിക്കേണ്ടി വന്നത്. ഇനി നീ നിൻ്റെ പരീക്ഷണങ്ങളൊന്നും അങ്ങോട്ട് നടത്താൻ നിൽക്കണ്ട. ആദ്യം നിൻ്റെ ഈ എക്സ്പെരിമെൻ്റ് പുറത്തേക്ക് വരട്ടെ. സിറിൽ അവനെ നോക്കി പുച്ഛിച്ചു പറഞ്ഞു. ആൻറ്റി, എങ്കിൽ പിന്നെ ആൻറ്റി ഒരു കാര്യം ചെയ്യും. ആൻറ്റി ഇത് കൈയോടെ വീട്ടിൽ പറയും. ഒരു ദിവസം അവരെ ഇങ്ങോട്ട് വിളിക്ക്, എന്നിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് ഇവരുടെ വിവാഹം പെട്ടെന്ന് നടത്താൻ നോക്ക്, അവി പറഞ്ഞു. അത് കേട്ടതും അവൾ കണ്ണുകൾ നിറച്ച് ഗ്രേസിയെ നോക്കി. എന്താ മോളുടെ അഭിപ്രായം? അങ്ങനെ ചെയ്യട്ടെ? അവരോട് ഇങ്ങോട്ട് വരാൻ പറയട്ടെ? അത് ആൻറ്റി, അച്ഛനും അമ്മയും അറിയുമ്പോൾ അച്ഛൻ എങ്ങനെ? എനിക്ക് പേടിയാവുന്നു. അവർക്കിതൊക്കെ താങ്ങാൻ പറ്റുമോ? എൻ്റെ അച്ഛൻ മരിച്ചു പോകും, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൾ അച്ഛനെ പറ്റി പറയുമ്പോൾ തന്നെ അറിയാമായിരുന്നു അവൾക്ക് അച്ഛനോടുള്ള സ്നേഹം. അത് കേൾക്കും തോറും നാദിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു, ഞരമ്പുകൾ വലഞ്ഞു മുറുകി. അച്ഛൻ സമ്മതിച്ചാലേ ഞാൻ വിവാഹത്തിന് സമ്മതിക്കൂ. അച്ഛയെ വിഷമിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും നാദ് ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. നാദ് വേണ്ട, സിറിൽ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ സിറിലിൻ്റെ കൈകൾ തട്ടിയെറിഞ്ഞു. നിൻ്റെ അച്ഛനെ ബോധിപ്പിച്ച് അങ്ങേരുടെ സമ്മതവും വാങ്ങി എല്ലാം ഉണ്ടാക്കാനാണെങ്കിൽ പിന്നെ ഞാൻ വിളിച്ചപ്പോൾ എന്തിനടി എൻ്റെ കൂടെ കിടക്കാൻ വന്നത്? അതോ നിൻ്റെ അച്ഛനോട് വിളിച്ച് സമ്മതം ചോദിച്ചിട്ടാണോ എൻ്റെ കൂടെ ഉണ്ടാക്കാൻ നിന്നത്? അവളും അവളുടെ ഒരു അച്ഛനും. ചെല്ലടി, ചെന്ന് നിൻ്റെ അച്ഛൻ്റെ സമ്മതം ചോദിക്കുന്നീ. എന്നിട്ട് അങ്ങേരിതിനെ ഇല്ലാതാക്കാൻ പറയുമ്പോൾ നീ അതുകൂടെ ചെയ്യും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വല്ല നാറികളുടെയും വാക്കം കേട്ട് എൻ്റെ കുഞ്ഞിനെ നീ നോവിച്ച കൊന്നു കളയും നിന്നെ. അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി. നാഥ് വിടാൻ, അവളെ വിടാനാ പറഞ്ഞത്. ഗ്രേസി അവളെ അവൻ്റെ കയ്യിൽ നിന്നും മോചിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നാഥ്, നീ വന്നേ ഇങ്ങോട്ട്, ആൻറ്റി അവൾക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക്. സിറിൽ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നാഥ് അപ്പോഴും ദേഷ്യത്തോടെ അവളെ നോക്കുകയായിരുന്നു. നാഥ് ഇങ്ങോട്ട് വരാൻ സിറിൽ വീണ്ടും അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും നാഥ് അവൻ്റെ ഒപ്പം നടന്നു. അവർ പോയതും മാളു ദയനീയമായി അവിടെ ഇരുന്നു കൊണ്ട് മുഖം പൊത്തിക്കരഞ്ഞു. ഗ്രേസി അവളുടെ അടുത്തേക്കിരുന്നു അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. നാഥ്, നീ എന്തൊക്കെയായി വിളിച്ച് പോകുന്നത്? ഇങ്ങനെയാണോ നീ അവളോട് സംസാരിക്കേണ്ടത്? അഭി ദേഷ്യത്തോട് ചോദിച്ചു. പിന്നെ ഞാൻ എന്ത് പറയണം? അവളുടെ തന്തപ്പടിയുടെ അനുവാദം കിട്ടാതെ അവൾ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് അങ്ങേരോട് ചോദിച്ചിട്ടാണല്ലോ അവൻ ബാക്കി പറയാതെ നിർത്തി. നാഥ്, നിന്നോട് എന്ത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വിട്ടത്? അവളോട് സമാധാനത്തോടെ സംസാരിച്ച് അവളുടെ വിഷമം മാറ്റാനല്ലേ? അഭി സംശയത്തോടെ ചോദിച്ചു. അവൾ ചോദിച്ചത് നീയൊന്നും കേട്ടില്ലല്ലോ. എനിക്ക് അവളൊരു തമാശയാണോന്ന് പറയടാ. എനിക്ക് അവൾ വെറുമൊരു തമാശയായിരുന്നോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? പറ, ഞാൻ തമാശയ്ക്കാണോ അവളെ സ്നേഹിച്ചേ? ആണോടാ? അവരെ നോക്കി അവനത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നാഥ്, സിറിൽ അവൻ്റെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. എനിക്ക് അവളില്ലാതെ പറ്റില്ല. ശരിയാ, തെറ്റുപറ്റിപ്പോയി എന്ന് കരുതി ഒരിക്കൽ പോലും ഞാൻ അവളെ വെറുമൊരു തമാശയ്ക്ക്. എടാ, അവൾ ചിലപ്പോൾ എന്തെങ്കിലും വിഷമം കൊണ്ട് പറഞ്ഞതായിരിക്കും. വിഷമം വരുമ്പോൾ ഇങ്ങനെയാണോ പറയേണ്ടത്? അങ്ങനെ ഒരു തമാശയായിരുന്നെന്ന് അവൾക്ക് തോന്നിയെങ്കിൽ അവൾ ഇതിനൊക്കെ സമ്മതിക്കുമോ നാഥ്? അവളും കൂടി സമ്മതിച്ചിട്ടല്ലേ, അല്ലാതെ റേപ്പൊന്നും അല്ലല്ലോ, അഭി പറഞ്ഞു. എടാ, അവൾ അച്ഛൻ പറയുന്നത് മാത്രമാണ് കേൾക്കുന്നതെങ്കിൽ അയാൾ സമ്മതിച്ചില്ലെങ്കിൽ? സിറിൽ സംശയത്തോട് ചോദിച്ചു. സമ്മതിച്ചില്ലെങ്കിൽ അവളുടെ അപ്പം പറയുന്നത് കേട്ട് താളത്തിനൊത്ത് തുള്ളാൻ നിന്ന ഈ നാദിനെ തനിക്കണോ അവൾ കാണും, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഒരു നിമിഷം അവൻ്റെ ദേഷ്യം കണ്ട് സിറിലും അഭിയും പരസ്പരം നോക്കി.